ഹലോ. അങ്ങനെ ഇതാ നമ്മുടെ കൊടിയേറ്റ് ദിവസമാണ് കേട്ടോ ഇന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വെള്ളിയാഴ്ച കൊടിയേറ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ എന്തായാലും വീഡിയോ ഇടാൻ പറ്റിയില്ല, തിരുനാളായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ എൻ്റെയും അമ്മയുടെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഈ ഒരു മഴയെന്ന് പറയുന്നത് കൊടിയേറുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ പെയ്തൊരു മഴയായിരുന്നു കേട്ടോ. 2-3 മണിക്കൂർ മുന്നേ പെയ്ത മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ വട്ടം മഴ പെയ്യുമ്പോഴേ ഇത്രയും പെയ്യുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ കൊടിയേറ്റിൻ്റെ സമയമായപ്പോൾ ഭയങ്കര ശാന്തതയായിരുന്നു. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത്രയും ചൂട് ആയതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് പെയ്ത മഴയായിരിക്കും. അങ്ങനെ ജിത്തു ചേട്ടനെയൊക്കെ കണ്ടു. അപ്പോൾ താഴെ നിന്നാണ് കേട്ടോ കൊടി കൊണ്ട് വരുന്നത്. അതായത് കുരിശടിയിൽ നിന്ന് കൊണ്ടുവരും. ഞങ്ങളുടെ കുരിശടി ഇരിക്കുന്ന താഴോട്ടാണ്, പള്ളി മേളിലോട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി. സെൻറ്റ് നിക്ലോസ് ദേവാലയമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളാണ് കേട്ടോ. ഞങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. അപ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ ഈ കുതിരയാണ് കൊണ്ടുവരുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ പുറകിൽ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ കൊച്ചു കുരുന്നുകളെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടവകയിലെ സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് മേളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇടവകയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണിച്ചു. തിരുനാളെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ നല്ല ക്രൗഡായിരിക്കും, കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു അത്യാവശ്യം. അങ്ങനെ ഫൈനലി കൊടിയേറാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികളുടെ തന്നെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു പ്രാർത്ഥന ഡാൻസൊക്കെ ആയിരുന്നു. അതിനുശേഷം കൊടി കയറി മക്കളെ, ഞങ്ങളുടെ പള്ളി തിരുനാളിൻ്റെ കൊടി കയറിയിട്ടുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കൊടിയേറ്റ് അങ്ങനെ കൊടി കയറിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. കാര്യം എല്ലാ വർഷവും തിരുനാൾ കാണുന്നുണ്ടെങ്കിലും ഓരോ വട്ടത്തെ തിരുനാളും അത് അത്രയും സ്പെഷ്യലാണ് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. കുറേ പേരിങ്ങനെ ചോദിക്കും, എല്ലാ വട്ടവും കാണുന്നതല്ലേ ഈ തിരുനാൾ, പക്ഷെ എന്നാലും അത് എല്ലാ വട്ടവും കാണുമ്പോൾ ഓരോ വട്ടം അത് സ്പെഷ്യലാണ്. പിന്നെ പള്ളിയിൽ കയറിയായിരുന്നു, കുർബാന തുടങ്ങാനായിട്ട് സമയമായി. അങ്ങനെ പള്ളിയിൽ കയറി, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അയ്യോ, അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. പിന്നെ നേരെ പോയത് ഒന്ന് വെള്ളം കുടിക്കാനായിട്ടായിരുന്നു. കാര്യം അത്രയ്ക്ക് ചൂടെടുത്തൊന്ന് പുറത്തിറങ്ങി ഓടിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി ഒരു കൊടംകുലിക്കൊക്കെ കുടിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. തണുപ്പങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ എന്തോ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയായിട്ടൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇനിയുള്ള വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ തിരുനാളിൻ്റെ. ബായ്.